അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം കേട്ടോ. ഫ്രെയിം ഇതാ, ഫ്രെയിമിൻ്റെ പുറത്തുനിന്നുള്ള ലുക്കാണിത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നീല ഒരു ബ്ലൂ ലൈറ്റിലാണ് നമുക്ക് കാണാൻ പറ്റുക. നല്ല ഹൈറ്റുണ്ട് കേട്ടോ, എന്താ ലുക്കില്ലേ. സ്റ്റീലും മെറ്റലുമാണ് തോന്നുന്നുണ്ട് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലാസ്, സ്റ്റീലും ഗ്ലാസ്സൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചറിൽ മെറ്റീരിയലായിട്ട് അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ല, നമ്മൾ അടുത്തേക്ക് പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ മാക്സ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നായിട്ടുള്ള മെട്രോ സ്റ്റേഷൻ ADCB ആണ്. അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ എടുത്ത ADCB ആണെന്നുള്ളത്. ശരിക്കും ADCB മെട്രോ സ്റ്റേഷനിലാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. അവിടെ ഇറങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് എടുത്താണ് നടക്കാനുള്ളൂ. ദുബായ് ഫ്രെയിമിലേക്ക് ADCB മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ മാക്സിലാകുമ്പോൾ കുറച്ച് നടക്കാൻ കൂടുതൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിൽ ഇറങ്ങാം, കുഴപ്പമൊന്നുമില്ല. നമ്മളെന്താ വെച്ചാൽ ജബീൽ പാർക്കിൻ്റെ ചുറ്റും നടക്കുന്നുണ്ടോ, ജബീൽ പാർക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് ദുബായ് ഫ്രെയിമിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിലൂടെയാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് കേട്ടോ. എൻട്രൻസ് ഇതാണ്. ഇത് ക്ലോസ് ആണോ ഗൈസ്? നമ്മളപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവിടെ ക്ലോസ്ഡ് ആണ്. നമുക്ക് എൻട്രൻസ് സമയം കഴിഞ്ഞു, 7 മണി വരെ ഉള്ളു ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നോമ്പായതുകൊണ്ട് ഇപ്പോൾ സമയം 8:40 അപ്പോൾ നമുക്ക് ഇപ്പോൾ കാര്യമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ദുബായ് ഫ്രെയിമിൻ്റെ പുറത്തുനിന്നുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക കാണിച്ചു തരാം ഞങ്ങൾക്ക്. അത് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഈ ദുബായ് ഫ്രെയിമിൽ കയറി നിന്നാൽ നമുക്ക് പഴയ ദുബായും ഇപ്പോഴത്തെ ദുബായും കാണാൻ പറ്റുന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. സാധാരണ രീതിയിൽ 9 മണി, രാത്രി 9 മണി വരെയാണ് ദുബായ് ഫ്രെയിമിൻ്റെ ടൈം. പക്ഷേ നോമ്പായതുകൊണ്ട് 7 മണി വരെ ഉള്ളത്. ദുബായ് ഫ്രെയിം വരുന്നത് ജബീൽ പാർക്കിലാണ്. ഇവിടെ പുറത്തായിട്ട് കുറേ ആളുകൾ ജോഗിങ് ചെയ്യണമൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ജിംനേഷ്യമൊക്കെ ആയിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ ഈ ജോലിയും ഒക്കെ ഉള്ള ജോബൊക്കെ ഉള്ള ആളുകൾ വരുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ട്. കാരണം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണ സമയത്തൊക്കെ ജോഗിങ് ചെയ്യാനൊക്കെ ആയിട്ട് നടക്കാനൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ നമുക്ക് ഇവിടെ പുറത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് എത്രത്തോളം ക്ലിയർലി നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ പരമാവധി ഞാൻ എടുക്കാൻ പറ്റിയ പോലെ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് എൻട്രി ടിക്കറ്റ് ആയിട്ട് 50 ദിർഹംസാണ് വരുന്നത്. 50 ദിർഹംസ് പറയുമ്പോൾ ഏകദേശം 1200 ഇന്ത്യൻ റുപ്പിയാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, കുട്ടികൾക്ക് 20 ദിർഹംസാണ് ഇതിൽ എൻട്രി ടിക്കറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 7 മണി വരെ നോമ്പ് സമയത്ത് മാത്രമുള്ളത്, നമുക്കത് അറിയില്ലായിരുന്നു. 9 മണി വരെയാണ് സാധാരണ നോർമൽ ടൈം ആയിട്ട് ഉള്ളത്. കുട്ടികളെന്ന് പറയുമ്പോൾ 3 മുതൽ 12 വയസ്സ് വരെയുള്ളവർക്കാണ് 20 ദിർഹംസ് എന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. മെട്രോ റെഡ് ലൈനിലൂടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ADCB മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഫ്രെയിമിൽ എത്താൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ഈ ഫ്രെയിമിൻ്റെ നീളം, അതായത് ഉയരം ഏകദേശം 150 മീറ്റർ ഉയരമുണ്ട്. അതുപോലെ തന്നെ വീതി ഉണ്ടല്ലോ, ഒരു ബ്രിഡ്ജാണ് അതിൽ വീതി ഉള്ളത്, ക്രോസ് ആയിട്ട്. ആ ഒരു വീതി ഉള്ളത് ഏകദേശം 95 മീറ്റർ വീതി ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമായിട്ട് ദുബായ് ഫ്രെയിം മാറിയിട്ടുണ്ട്. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി ഒരു വ്യൂ തന്നെ ഉണ്ട് അവിടെ നിൽക്കുമ്പോൾ. കാരണം ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഉള്ളിലുള്ളത് എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിയം ഒക്കെ ആയിട്ടാണ്. സാധാരണ നമ്മൾ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പഴയ ദുബായിയുടെ കാര്യങ്ങൾ, പുതിയ ഫ്യൂച്ചർ ദുബായ് എങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ വിശേഷിപ്പിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനത്തെ കാഴ്ചയും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു പുറത്തുനിന്നുള്ള ആംഗിൾ ഭയങ്കര നല്ലൊരു ഷോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ വണ്ടികൾ പോണതും അതിനെ തൊട്ട് ഈ പറഞ്ഞൊരു ഫ്രെയിം നിലനിൽക്കുന്നതും ആ ഒരു ഉയരത്തിൽ അത്യാവശ്യം നല്ലൊരു ലൈറ്റ്, നല്ലൊരു അതിഗംഭീരമായിട്ട് തന്നെയാണ് ആ ഒരു ഫ്രെയിം നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ദുബായ് ഫ്രെയിമിലേക്ക് എത്താൻ ഏറ്റവും ചീപ്പായിട്ടുള്ള വഴി എന്ന് പറയുന്നത് മെട്രോ സ്റ്റേഷൻ വഴിയും പിന്നെ ബസ് വഴിയാണ്. അപ്പോൾ ബസ് ആകുമ്പോൾ നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെട്രോ വഴി തന്നെയാണ് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം റെഡ് ലൈനിൽ വഴി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ADCB മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇല്ല കുറച്ച് നടക്കാനുള്ള ഉണ്ടാവുക. മാക്സിലാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ ടാക്സിയിലാകുമ്പോൾ മെട്രോ ഈ ഫ്രെയിമിൻ്റെ തൊട്ട് മുന്നിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന പ്രത്യേകത. അതായത് അവർ വേണ്ട എവിടെയാണോ അവിടെ ഇറക്കി തരികയൊക്കെ ചെയ്യും. പക്ഷേ കുറച്ച് ചാർജ് കൂടുന്നുള്ള പ്രത്യേകത ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ടാക്സി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ സമയം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. 9 മണിയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ എത്തണം നോർമൽ ടൈമിൽ. നോമ്പ് കാലത്താണെന്നുണ്ടെങ്കിൽ 7 മണി വരെയൊക്കെ ഉള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്.
ദുബായ് ഫ്രെയിമിൻ്റെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ പുറത്തുള്ളൊരു കാഴ്ചകൾ കാണിക്കുക എന്ന രീതിക്കാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ പുറത്ത് താമസിക്കുന്നവരും അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളും നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.